തന്നെയാണ്. പക്ഷേ അതിന്റെ എന്തെങ്കിലും സ്പെയർ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല വിലയാവും. ഒരു കോസ്റ്റ്ലി വാഷിംഗ് മെഷീന്റെ സ്പെയർ പോകുന്ന പോലെ തന്നെയാണ് ഡിഷ് വാഷർ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാറണ്ടി ഈസ് മസ്റ്റ്, അത്രേ ഉള്ളൂ. ഏത് വേണേലും എടുക്കാം. അങ്ങനെ നേരത്തെ ഒരാൾ പറഞ്ഞോണ്ട് ഫേബറിന്റെ ശത്രുവൊന്നും അല്ല ഞാൻ. ആര് പറഞ്ഞു ഫേബറിന്റെ ഏറ്റവും കൂടുതൽ ഇതുള്ളതാണ്, അങ്ങനെ ഒരു ധാരണയുണ്ട് കേട്ടോ. അത് വെറും ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിന്റെ ചില സ്പെയറുകൾ സ്വീഡനിൽ അത് അസംബ്ലി ചെയ്തതായിരിക്കാം, അവിടെ രജിസ്റ്റർ ചെയ്തതായിരിക്കാം. പക്ഷെ സ്വീഡനിൽ നിന്ന് അത് ചൈനയിൽ നിന്ന് വന്ന് സ്വീഡനിൽ അസംബ്ലി ചെയ്യുന്നതല്ലെന്ന് നിങ്ങളോട് ആരും കണ്ട് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അത് തോന്നുന്നു ആ ബർണർ കംപ്ലൈന്റ് ആണ്. ആ ബർണറിന് കിട്ടാനില്ല, കമ്പനിയിൽ കിട്ടാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അതിന്റെ മുഴുവൻ പീസിന്റെ പടം എനിക്ക് അയച്ചതാ, അതിന് നമുക്ക് റിനോവേറ്റ് ചെയ്ത് വേറെ ബർണർ കയറ്റാൻ പറ്റും എന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. വീഡിയോ മെയിൻ ആയിട്ട് കാണാത്തോണ്ടാണ് ഈ ഒരു വാചകം വരുന്നത്. അതായത് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റിയിട്ട് നല്ല നോബ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ആ ചേട്ടൻ പറയുന്നത് 6 പ്രാവശ്യമായിട്ട് കംപ്ലൈന്റ് വന്നെന്ന് പറയുന്നത്. അത് പുള്ളി പറയുന്നതിൽ ഒരു ലോജിക്കൊന്നും ഇല്ല. 6 മാസമായിട്ട് 5 കംപ്ലൈന്റ്, അതായത് അപ്പൊ മാസത്തിൽ 1 വീതം അത് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ വാറണ്ടി 1 ഇയറേ ഉള്ളൂ. ആ ഒരു ഷോർട്ട് ടൈം ആണോ നമ്മുടെ ഒരു ലോങ് ടൈം ആണോ നമ്മൾ നോക്കേണ്ടത്? അപ്പൊ നമ്മുടെ സേഫാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതുപോലെ ഹായ് നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അധികം കമന്റ്സ് ഒന്നും നോക്കാറൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കമന്റ്സിന് അധികം റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. അതെന്നാന്ന് പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുക. കാരണമാണ് നമ്മൾ അത് ചെയ്യാത്തത്. പക്ഷെ ഇതിനകത്ത് കുറെ ഞാൻ ഇന്നിപ്പോ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ കുറെ കമന്റ്സ്, അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ നമ്മൾ അതെല്ലാം കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആക്കി ചെയ്തെന്നുള്ളൂ. അപ്പൊ നമുക്ക് കമന്റ്സ് നോക്കാം. കമന്റ്സിനകത്ത് ഈ പറയുന്ന കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കില്ല, അത് നല്ലതാണോ ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറുപടി പോലെ പ്രതീക്ഷിച്ചാൽ മതി. അതല്ല റോബോട്ടിന്റെ കുക്ക് ടോപ്പ് ആ 8 നോബ് അത് ഒരെണ്ണം വേണം. അതിന്റെ ജെന്യൂൻ നോബും വേണം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് ഓരോന്നും കാണിക്കാൻ പോയ ഒത്തിരി ഉണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ടൈം വേസ്റ്റ് ആയി പോകും. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഐ ഡി പറയാം. ഇപ്പം അതായത് ഓരോരുത്തരും കമന്റ് ഇടുമ്പോൾ അതിന്റെ ഐ ഡി ഉണ്ടാവുമല്ലോ. ഐ ഡി പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ആരുടെ കമന്റ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഐ ഡി പറഞ്ഞുതരാം. ഏതായാലും ഭാഗ്യത്തിന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു കമന്റ് ആണ്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ് ഇൻ ദി സോൺ എന്നും പറഞ്ഞിട്ട് ഒരാളാണ്. അത് ആരാന്നൊന്നും നമുക്കറിയത്തില്ല. ട്രേഡിങ് ഇൻ ദി സോൺ എന്നാണ് കാണിക്കുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് ഇനി ചാനൽ വല്ല ആയിരിക്കും അങ്ങനത്തെ പേരൊക്കെ കേട്ടപ്പോൾ. നോക്കിയപ്പോൾ ആകെ 2 സബ്സ്ക്രൈബറേ ഉള്ളൂ. അപ്പൊ അത് ചാനലല്ലാന്ന് മനസ്സിലായി. അപ്പൊ ആൾ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത്. ഐ എം യൂസിങ് ബട്ട് നോട്ട് ക്വിറ്റ് ദ സ്വിച്ചസ്. I made 5 complaints in 6 months, always facing issues on switches. I changed around 15 pieces remaining. All of kind very bad service. First service was free. Remaining I paid all. പിന്നെ എന്നാ ഇട്ടിരിക്കുന്നത് വേറൊന്നും ഇട്ടിരിക്കുന്നത് അതെന്നാന്ന് അറിയത്തില്ല. ബാഡ് ഡോണ്ട് കമന്റ് അങ്ങനെ പറഞ്ഞ. അതായത് നമ്മള് പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മള് എന്താ പറയുന്നത് ശരിയല്ല, അയാൾക്ക് കംപ്ലൈന്റ് കൂടുതലുണ്ട്. അയാളുടെ കംപ്ലൈന്റ് എന്നാന്ന് പറഞ്ഞാൽ അയാള് എടുത്ത് 6 മാസത്തിനുള്ളിൽ 5 കംപ്ലൈന്റ് വന്നു. ഈ 5 കംപ്ലൈന്റും അതിന്റെ സ്വിച്ച്, അതായത് നോബ്, നമ്മൾ തിരിക്കുന്ന നോബ് കംപ്ലൈന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അടുപ്പ് ഏതാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഫോട്ടോ ഇട്ട് തരാം. അടുപ്പ് ഏതാന്നുള്ളത് ജസ്റ്റ് ഫോട്ടോ ഇട്ട് തരാം. അപ്പൊ അതിനകത്ത് ഞാനൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതൊരു പ്രീമിയം കുക്ക് ടോപ്പ് ആണ്. അത് ഹോബൊന്നും അല്ല, ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്ന കുക്ക് ടോപ്പ് ആണ്. ബ്ലോ ഹോട്ടിന്റെ സഫയർ എന്നല്ല അതിന്റെ പേര്, 3 ബർണർ സഫയർ എന്ന് പറയുന്ന അടുപ്പ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഫോട്ടോ ഇട്ട് തരാം. അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഫോട്ടോ ഇട്ട് തരാം. അതിന്റെ നോബ്, കമ്പനി തരുന്ന നോബ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, സാധാരണ നോബാണ്. ഈ നോബ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇതുപോലുള്ള ചീപ്പ് സാധനങ്ങളെ കുറിച്ച് എന്താ പറയുന്ന വലിയ വീഡിയോസിലൊന്നും പറയാറില്ല. എന്നിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റവ് ആണ്. അതിന് എനിക്ക് ആകെ കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത് ഈ നോബ് ഇടയ്ക്ക് ടൈറ്റ് ആവും, ഈ നോബ് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ നോബ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊരു 10-30 രൂപ വിലയുള്ള ഒരു നോബാണ്. ഒരു 10,000 രൂപയിൽ താഴെയുള്ള ഒരു സ്റ്റൗ ആണത്, അല്ലെങ്കിൽ ഒരു 12,000 രൂപ അത്രേ വിലയുള്ളൂ. ആ സ്റ്റൗവിന്റെ നോബാണിത്.
അപ്പൊ ഈ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റം ചെയ്താണ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ഏത് ബ്രാൻഡ് വന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം മാറ്റി അതിന് പകരം വേറെ വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. അത് വാറണ്ടിയിൽ അത് എഫക്ട് ചെയ്യുമോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ അധികം നോക്കാറില്ല. കാരണം നമ്മൾ ഇവിടുന്ന് വാറണ്ടി അപ്രൂവേഷൻ കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ വാറണ്ടി 1 ഇയറേ ഉള്ളൂ. ആ ഒരു ഷോർട്ട് ടൈം ആണോ നമ്മുടെ ഒരു ലോങ് ടൈം ആണോ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ സേഫാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള ചീപ്പ് സാധനങ്ങൾ മാറ്റി നമ്മൾ ഇതുപോലുള്ള നോബ് ഇതുണ്ട്, ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള നോബാണ്. ഈ നോബാണ് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇതൊരു ചീപ്പ് സാധനമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. ഇതോ അല്ലെങ്കിൽ മെറ്റൽ നോബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരെണ്ണത്തിന് 180 രൂപയോളം വിലയുണ്ട്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, 120 രൂപയൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കൂടി തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊടുക്കാറില്ല. പിന്നെ അതല്ലെങ്കിൽ മെറ്റൽ വേണമെങ്കിൽ കസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പറയും, കസ്റ്റമറോട് ചോദിക്കും ഒരു ഇത്ര രൂപയും കൂടെ കൂടുതൽ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾ നല്ല നോബൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അത് കസ്റ്റമർ സമ്മതിക്കും, അവർക്ക് അഫോർഡാണ്. നമ്മൾ ആ രീതിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോബ് ഒട്ടാറില്ല. ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ്. വീഡിയോ മെയിനായിട്ട് കാണാത്തതുകൊണ്ടാണ് ഈ ഒരു വാചകം വരുന്നത്. അതായത് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റിയിട്ട് നല്ല നോബ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ആ ചേട്ടൻ പറയുന്നത് 6 പ്രാവശ്യമായിട്ട് കംപ്ലൈന്റ് വന്നെന്ന് പറയുന്നത്. അത് പുള്ളി പറയുന്നതിൽ ഒരു ലോജിക്കൊന്നുമില്ല. 6 മാസമായിട്ട് 5 കംപ്ലൈന്റ്, അതായത് അപ്പൊ മാസത്തിൽ 1 വീതം അത് പോകുന്നു എന്നാണ് അതിനർത്ഥം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് നുണയായിട്ട് തോന്നില്ല, എനിക്ക് നുണയായിട്ട് തോന്നി. ഇനിയിപ്പോ ഇവൻ സത്യമാണെങ്കിലും ചേട്ടാ ദേ ഈ നോബ് എടുത്ത് ദൂരോട്ട് കളയുക, ഈ നോബ് വാങ്ങിക്കുക. ഇതുപോലുള്ള വലിയ നോബ് വാങ്ങിക്കാൻ കിട്ടും. ആ നോബ് വാങ്ങിച്ചിടുവാണെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. കുറച്ചും കൂടെ ഹാർഡ്നെസ് പോയി കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ആവുകയും ചെയ്യും. പിന്നെ അടുത്തൊരു കംപ്ലൈന്റ്, ചേട്ടൻ ഒരു നോബ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷറി അടുപ്പിന്റെ നോബ് കൊള്ളത്തില്ല, ബാക്കിയെല്ലാം അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിപ്പോ എല്ലാത്തിലും അങ്ങനെ പറയാറുണ്ട്. ഇടയ്ക്ക് വേറെ ഒരുത്തന്നെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, എന്നാ ഫേബറിന്റെ എല്ലാ മോശം, എലീക്കയും വേൾപൂളും നല്ലതാന്ന്. എന്റെ അപ്പന്റെ കമ്പനി ഒന്നും അല്ല എലീക്കയും വേൾപൂളും. പിന്നെ ഞാൻ എന്തിനാ നല്ലതെന്ന് പറയുന്നത്? അവർക്ക് കാശ് കൊടുത്തില്ല, അവരിവിടെ സാധനം ഇറക്കും. ഇതിനൊക്കെ എന്നാ പറഞ്ഞോണ്ടാ പറയുന്നത് എനിക്കറിയത്തില്ല. അതെന്തെങ്കിലും ആവട്ടെ, എല്ലാം കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടെ എലിക്കാട് ഒരു ചേട്ടൻ എനിക്ക് കംപ്ലൈന്റ് ആയിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. ആ ബർണർ കംപ്ലൈന്റ് ആണ്. ആ ബർണറിന് കിട്ടാനില്ല, കമ്പനിയിലെ കിട്ടാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അതിന്റെ മുഴുവൻ പീസിന്റെ പടം എനിക്ക് അയച്ചതാ, അതിന് നമുക്ക് റിനോവേറ്റ് ചെയ്ത് വേറെ ബർണർ കയറ്റാൻ പറ്റും എന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എലിക്കാടെയാണത്, എന്തുവാടെ. പിന്നെ ഹോബ് വാങ്ങി ഭയങ്കര നഷ്ടമാണ്. അതൊരു അയ്യോ അത് വായിക്കണ എനിക്കൊരു പാടാട്ടോ. ഏതോ ഒരു മുസ്ലിം പേരാന്ന് തോന്നുന്നു, സയ്യദ് അൽവി. ഇത് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധനമാണ്. ഹോബ് ഭയങ്കര നഷ്ടമാണ്. ഹോബ് വാങ്ങിയത് ഭയങ്കര നഷ്ടമാണ്. 2 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ബർണർ കേടായി. പിന്നീട് മാറ്റാനായിട്ട് 2500 രൂപ ഒരെണ്ണം വന്നത്. നിങ്ങൾ ഹോബ് വാങ്ങിക്കുമ്പോൾ എന്നാ വിചാരിച്ചോ, സാധാ സ്റ്റവ് ആണെന്ന് വിചാരിച്ചോ? ഹോബിന്റെ ബർണറിന് അല്ലെങ്കിലും വില കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പം ഒത്തിരി ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മുടെ സോപ്പറൊക്കെ പോലുള്ള കമ്പനികൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോപ്പർ പോലുള്ള കമ്പനികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലുള്ള കമ്പനികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാം. അവർ 4 വർഷം വരെ മാക്സിമം ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. അതൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലുള്ള വാറണ്ടികൾ, അതായത് നമ്മൾ 10 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു മറ്റുള്ള വാറണ്ടിക്കാരുടെ ആ ഒരു പ്രൈസിൽ നമ്മളിവിടെ ഇരട്ടി വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കുഴപ്പം വരത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. അല്ലാതെ പോയിട്ട് ആമസോണിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 5 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അത് പോകുന്നെന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ കൊടുക്കുന്ന ആ സാധനത്തിന്റെ വില അനുസരിച്ച് അതിന്റെ സ്പെയറിനും വില ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹോബിന്റെ സാധനങ്ങൾ, ഹോബ് വാങ്ങിച്ചിട്ട് അതുള്ള കാലം നിൽക്കുമെന്ന് വിചാരിച്ചാൽ അതൊന്നും നിൽക്കത്തില്ല. അതിന്റെ സാധനങ്ങൾ പോകും. ഇത് തീക്കാത്ത കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് ബർണർ കേടാകാതിരിക്കുന്ന സ്റ്റൗകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബർണറിന് കേട് വരാത്ത സ്റ്റൗവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും വേറെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതിന് ഗ്യാസ് ചിലവ് കൂടുതലായിരിക്കും. പക്ഷെ ബർണർ കേട് വരത്തില്ല, ഗ്യാസ് ചിലവ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നോക്കുക. അല്ലാതെ ഇത് നഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ചേട്ടൻ ഗ്രേറ്റ് വീഡിയോ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ചിമ്മിനെ കുറിച്ച് നമ്മളൊരു എന്താ പറയുന്ന ഒരു എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ലൈഫ് നത്തിങ് ഗ്രിഡോ അങ്ങനെ കൊണ്ട് പറഞ്ഞ ലൈഫ് ആൻഡ് ഗ്രിഡ് അങ്ങനെ പറയുന്ന ചേട്ടൻ, കുഴപ്പമില്ല, നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോൺ ബൈ പ്യൂർ ഫ്ലെയിം, വെരി ലോ ക്വാളിറ്റി. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് കണ്ട സാധനം കേട്ടോ. പ്യൂർ ഫ്ലെയിം ഡാമേജ്ഡ് ആണ്. അയാൾക്ക് 19,000 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഓൺലി 19,000 രൂപ ഓൺലി
സ്റ്റോക്ക് 2 മന്തോ ചൈനീസ് പ്രോഡക്റ്റ് ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല. മലയാളത്തിൽ അങ്ങോട്ട് ഇടുക, അല്ലെങ്കിൽ മംഗ്ലീഷിൽ എഴുതി ഇത്ര പാടുപെടേണ്ട കാര്യമാണല്ലോ. ഇംഗ്ലീഷ് എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി ഇംഗ്ലീഷ് എഴുതിയിട്ട് ആർക്കും വായിക്കാൻ മേലാത്ത അവസ്ഥ കൊണ്ടുവരുന്നത് എന്തിനാ? എന്തായാലും അത് എഴുതിയിരിക്കുന്ന ആള് ഇങ്ങനത്തെ ഏതോ ഒരു മനോജ് തോമസ് എന്നും പറഞ്ഞിട്ടാണ്. ഏതാന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ എന്തായാലും നിങ്ങൾ ഈ ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളും ചൈനീസ് തന്നെയാണ്. എല്ലാ വലിയ വലിയ ബ്രാൻഡുകൾ, അതായത് ജർമ്മൻ, ഇറ്റലി അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളുടെയും മെയിൻ പ്ലാന്റുകൾ വരുന്നത് ചൈനയിൽ തന്നെയാണ്. ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയാണ് വരുന്നത്. നിങ്ങൾ ഏത് സാധനം എടുത്തു നോക്കിയാലും ഇപ്പൊ US-ന്റെ ട്രേഡിലുള്ള മോഡലുകളുണ്ട്, അല്ലെങ്കിൽ US-ൽ രജിസ്റ്റർ ചെയ്ത സാധനങ്ങളുണ്ട്. ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ജർമ്മൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ മോഡലുകളുണ്ട്. അതിലൊക്കെ നോക്കിയാൽ ഇന്റേണൽ ആയിട്ട് കാണുന്ന എല്ലാ പാർട്സുകളും ചൈനയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചൈന പ്രോഡക്റ്റ് എന്ന് പറയണ്ട. നീ കേൾക്കുന്ന സാധനം തൊട്ട് ചന്ത കഴിയുന്ന സാമാനം വരെ ചൈനയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ സാധനവും ചൈനയിൽ നിന്നാണ് വരുന്നത്. എന്നും പറഞ്ഞ് ചൈനയിലുള്ള എല്ലാ സാധനവും മോശമൊന്നല്ല. അത് നമ്മൾ വിചാരിക്കണം നല്ല സാധനം വേണോ മോശം സാധനം വേണോ. അപ്പൊ അത് തന്നെ വലിയൊരു എന്താ പറയുന്നത്, ആ തലക്കകത്ത് ആളുതാമസം ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. ചൈന പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റാ ചൈന ഇല്ലാത്ത? എല്ലാ പ്രോഡക്റ്റും ചൈന തന്നെയാണ്. അതായത് വളരെ റെയർ ആയിട്ട് മാത്രമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിട്ടായിരുന്നു, ഒരു സ്വീഡനിൽ നിന്ന് വരുന്ന മോഡല്, പിന്നെ അങ്ങനെയൊക്കെ ചില മോഡലുകളുണ്ട്. അവർ മാത്രമാണ് അവിടെ നിന്ന് മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിന്റെ ചില സ്പെയറുകൾ സ്വീഡനിൽ അത് അസംബ്ലി ചെയ്തതായിരിക്കാം, അവിടെ രജിസ്റ്റർ ചെയ്തതായിരിക്കാം. പക്ഷെ സ്വീഡനിൽ നിന്ന് അത് ചൈനയിൽ നിന്ന് വന്ന് സ്വീഡനിൽ അസംബ്ലി ചെയ്യുന്നതല്ലെന്ന് നിങ്ങളോട് ആരും കണ്ട് നമുക്ക് വല്ല ഉറപ്പുണ്ടോ അത്? അതായത് വേൾഡ് ലെവലിൽ ചൈനയിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ചൈനയിൽ അങ്ങനെ കുഞ്ഞാക്കി കാണല്ലേ. പിന്നെ Pro 90 എങ്ങനെയുണ്ട്? അത് എനിക്ക് തോന്നുന്നു പ്യൂർ ഫ്ലെയിംസിന്റെ Pro 90യെ കുറിച്ചാണ് ചോദിക്കുന്നത്. Pro 90 അധികം അങ്ങനെ വിട്ട് ആരും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. വളരെ റെയർ ആണ് Pro 90. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു മോഡലാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ചിമ്മിനി എടുക്കുമ്പോൾ ഒരു വാറണ്ടി കൂടി എടുക്കുക. കാരണം 2 വർഷമേ ചിമ്മിനിക്ക് വാറണ്ടി ഉള്ളൂ. ബാക്കി സമയത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല പൈസയാവും. അപ്പോൾ ഒരു എക്സ്റ്റൻഡർ വാറണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ, ഇന്ന കമ്പനിയുടെ എന്നല്ല, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ഒരു എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നുന്ന ഒരു കമ്പനിയുടെ, അല്ലാതെ ഏത് മോഡൽ എടുത്തോണ്ട് കാര്യമില്ല. പിന്നെ ഇതിനെ Pro 90യെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ചിമ്മിനിയാണ്, നല്ല ചിമ്മിനിയാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. പ്യൂർ ഫ്ലെയിംസ് ആണ്. തേടന്റെ തൊട്ട് മേളിൽ തന്നെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് പ്യൂർ ഫ്ലെയിംസ് എടുക്കരുത്. അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഷോപ്പ് എവിടെ? ഷോപ്പ് വരുന്നത് കോട്ടയത്താണ്. ഷോപ്പ് വരുന്നത് നമ്മൾ കോട്ടയം ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോകുന്ന റോഡിൽ തിരുവാറ്റ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ച് കാണും ടൗണിൽ നിന്ന്. റോഡ് സൈഡ് തന്നെയാണ്. പിന്നെ ഈ ഷോപ്പ് എവിടെയാന്ന് ചോദിക്കുന്നവരോട്, ഷോപ്പ് എവിടെയാന്ന് ചോദിക്കുന്നത് വരാനാണെന്നാ എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ദൂരെ ഉള്ളവര് അടുത്ത് വരാൻ പറ്റുമോ എന്നറിയാനൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കൂടുതലും പർച്ചേസ് ലോങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ പല സ്ഥലത്തും ലണ്ടനിലും അല്ലെങ്കിൽ എന്താ പറയുക ദുബൈയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. അവരവിടെ ഇരുന്ന് തന്നെ ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി പോവുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഇവിടെ വരണമെന്നൊന്നുമില്ല. കോട്ടയത്തുള്ളവർ തന്നെ അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വരണമെന്നൊന്നുമില്ല ഇവിടെ. പിന്നെ വരണമെങ്കിൽ വരാം, വന്ന് കണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. വന്നെന്നും പറഞ്ഞ് എടുക്കണമെന്നുമില്ല. പിന്നെ സ്പെയർ സച്ച് ആസ് നോബ് വാൽവ് അങ്ങനെ ആസ് നോട്ട് ഈസിലി അവൈലബിൾ ഡോസ് ഓവ്, അത് ഏതിനെ കുറിച്ചാണ് നോക്കട്ടെ. ധൈര്യമായി കണ്ണും പൂട്ടി വാങ്ങാം. അത് പ്രീമിയം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. സ്പെയർ സച്ച് ആസ് നോബ് വോൾവ് എന്ന് എഴുതിയിരിക്കുന്നത് വാൽവാണ്, വോൾവ് അല്ല വാൽവ്. അങ്ങനെ അതൊന്നും നോട്ട് ഈസി ആയിട്ട് അവൈലബിൾ കോസ്റ്റ് ഈസ് ലോ. എന്നാ എഴുതിയിരിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അത്ര വലിയ ഇംഗ്ലീഷിൽ പ്രാവീണ്യമൊന്നുമല്ല. പക്ഷെ അറിയാവുന്ന വെച്ച് നോക്കിയിട്ട് അതെന്നാ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി പറയുന്നത് അതിന്റെ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ സാധനങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. 9,000 രൂപ 10,000 രൂപയൊക്കെ വരുന്ന ബർണറുകൾ കിട്ടത്തില്ല എന്ന് പറയുന്ന ബർണറുകൾ നിലവിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. കിട്ടത്തില്ലാത്ത സ്ഥലങ്ങൾ കാണും, പക്ഷെ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 2 ബർണർ ഹോബ് ഉണ്ടോന്ന്. 2 ബർണർ ഹോബ് ഉണ്ട്. 2 രീതിയിൽ 2 ബർണർ ഹോബ് വരുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ വരുന്ന, ഇങ്ങനെ 2 ഇതായിട്ട് വരുന്നതുകൊണ്ട്, അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, മേളിലും താഴെയായിട്ട് ഇരിക്കുന്നതുകൊണ്ട്. അതായത് 30 സെന്റിമീറ്ററും 75 സെന്റിമീറ്ററും അല്ലെങ്കിൽ 70 സെന്റിമീറ്ററും വീതിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള വീതി. അങ്ങനത്തെ 2 ടൈപ്പും 2 ബർണർ ഹോബ് അവൈലബിൾ ആണ്. പക്ഷെ വിലയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ 2 ബർണർ 30 സെന്റിമീറ്ററിന്റെ ഹോബിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. ബ്രാൻഡഡ് ഹോബ് സിമെന്റ്സ് ഒക്കെയാണ് 1 ലക്ഷം രൂപ വരെ വില വരുന്ന ഹോബുകളുണ്ട്.
അപ്പം അതത്ര ചെറുതായിട്ട് കാണണ്ട. 2 ബർണറേ ഉള്ളൂ എന്ന് വിചാരിച്ച് വില കുറഞ്ഞ് കിട്ടും എന്ന് വിചാരിക്കണം. ഈ വരുന്ന ഗ്ലെന്ന പോലൊക്കെ വരുന്ന ബ്രാൻഡുകളും ഉണ്ട്, അത്രയും വില കുറച്ച് കൊടുക്കുന്നതും ഉണ്ട്. ഡെയിലി യൂസിന് നല്ലത് ഏതാണ്? സിയോൺ ക്രിയേഷൻ ഹബ് എന്നും പറഞ്ഞിട്ട് ഒരു ചാനലിലുള്ള ആളൊക്കെ ചോദിച്ചിരിക്കുന്നത് ഡെയിലി യൂസിന് നല്ലത് ഏതാണ്? ഡെയിലി യൂസിന് നല്ലത് എപ്പോഴും കുക്ക് ടോപ്പ് തന്നെയാണ്. ഒരു പ്രീമിയം കുക്ക് ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഡെയിലി യൂസിന് അത് തന്നെയാണ് നല്ലത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഹോബ് വാങ്ങിച്ചാൽ അതിന് നല്ല ഹ്യൂജ് വാറണ്ടി ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാനിവിടെ പറയത്തില്ല 10 വർഷം വാറണ്ടി എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് വാറണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാം. ഹ്യൂജ് വാറണ്ടി വേണം, കാരണം അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്താൽ ബർണർ ഉറപ്പായിട്ട് ഡാമേജ് ആവും. നമ്മുടെ സാധാരണ സ്റ്റൗവിന്റെ ബർണർ പോലും ഉറപ്പായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. അപ്പൊ പിന്നെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഹോബുകളുടെ ബർണർ ഡാമേജ് ആകത്തില്ല. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പൈസ അത്ര നമുക്കില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡെയിലി യൂസിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുക്ക് ടോപ്പ് തന്നെയായിരിക്കും, ഒരു പ്രീമിയം കുക്ക് ടോപ്പ് തന്നെയായിരിക്കും. ഫേബറിന്റെ 12 പ്ലേറ്റ് സെറ്റ് ഡിഷ് വാഷർ നല്ലതാണോ? ഫേബറിന്റെ നല്ല ഏത് ഡിഷ് വാഷർ വേണേലും നല്ലതാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് ഡിഷ് വാഷ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ എടുക്കുന്നില്ല, എല്ലാം പുറത്തുനിന്ന് വരുന്ന. അതുകൊണ്ട് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ എന്തെങ്കിലും സ്പെയർ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല വിലയാവും. ഒരു കോസ്റ്റ്ലി വാഷിംഗ് മെഷീന്റെ സ്പെയർ പോകുന്ന പോലെ തന്നെയാണ് ഡിഷ് വാഷ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാറണ്ടി ഈസ് മസ്റ്റ്, അത്രേ ഉള്ളൂ. ഏത് വേണേലും എടുക്കാം. അങ്ങനെ നേരത്തെ ഒരാൾ പറഞ്ഞോണ്ട് ഫേബറിന്റെ ശത്രുവൊന്നും അല്ല ഞാൻ. ആര് പറഞ്ഞു ഫേബറിന്റെ ഏറ്റവും കൂടുതൽ ഇതുള്ളതാണ്? അങ്ങനെ ഒരു ധാരണയുണ്ട് കേട്ടോ, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇത് മറ്റേ ഷസാമിനോട് ഐഫോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായിപ്പോ എന്തുവാടേ. ഷോപ്പ് ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, അപ്പൊ അത് നോക്കിയാൽ മനസ്സിലാവും. ഫേബറിന്റെ ബർണർ അയച്ചു തരുമോ പ്ലീസ്? അത് ഒരു മിനി തോമസ് എന്ന് പറയുന്ന ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി അത് ഫേബറിന്റെ ബർണർ ഏതാന്ന് അറിയണ്ടേ? ഒത്തിരി ബർണർ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ മോഡലാണോ പഴയ മോഡലാണോ എന്ന് ഏതാന്ന് അറിയണം. അപ്പൊ ചേച്ചി അതിന്റെ ഒരു ഫോട്ടോ നമ്മൾ ഈ പറയുന്ന നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫേബറിന്റെ ബർണർ ഏതാന്ന് നോക്കി അതിന്റെ കോസ്റ്റും അതിന് എന്നാ വാറണ്ടി തരും, സ്പെയറിനൊക്കെ നമുക്കിവിടെ വാറണ്ടി ഉണ്ട്. അപ്പൊ അതെന്ത് വാറണ്ടി ഉണ്ടെന്ന് നോക്കിയിട്ട് അത് അയച്ചു തരും. അപ്പൊ ചേച്ചി ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നല്ലൊരു കമ്പനിയുടെ മോഡൽ സജക്ട് ചെയ്യാമോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ വിഡിയം ടസ്കർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഡിയം എന്ന് പറയുന്ന മോഡൽ നല്ല മോഡലാണ്, എനിക്കും പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. പക്ഷെ വിഡിയത്തിന്റെ സർവീസ് ഒന്നും ഇതുവരെ അങ്ങനെ എങ്ങും നല്ലതായിട്ട് കിട്ടുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട്. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. പക്ഷെ നല്ല സ്റ്റൗ ഒക്കെയാണ്. സർവീസ് ആണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം. സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രൊഫഷണൽ. അതായത് ഈ സർവീസ് എന്ന് പറയുന്നത് ഇൻവാറണ്ടി സർവീസ് ആണ് നമ്മൾ സർവീസ് അവൈലബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഔട്ട് ഓഫ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാത്തിന്റെ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് വാറണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻവാറണ്ടി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള സർവീസ് സെന്ററുകൾക്ക് മാത്രമല്ലേ അധികാരമുള്ളൂ. അപ്പം അതിന്റെ ഒരു പ്രശ്നം, അവരുടെ ഈ സാധനം ഇല്ലെങ്കിൽ അവർ കൈമലത്തി കാണിക്കും. അതേസമയം നമ്മളൊരു പെയ്ഡ് സർവീസ് ആണെങ്കിൽ സാധനം ഇല്ലെങ്കിൽ അവൻ എവിടുന്നേലും വരുത്തിച്ചു തരും. അതാണ് വ്യത്യാസം. നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ നല്ല കമ്പനി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ പറയുന്നതുകൊണ്ട് നല്ലൊരു വാറണ്ടി കൂടുതലുള്ള, അത് എത്ര ചീപ്പാണെങ്കിലും എത്ര ചീപ്പ് ക്വാളിറ്റി ആണെങ്കിലും വാറണ്ടി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഏതാണ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചെയ്യാനത് അറൗണ്ട് 30 റുപ്പീസിന്റെ ഹുഡ് ആൻഡ് ഹോബ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നല്ലത്? ലോങ് ലാസ്റ്റ് ആൻഡ് എനർജി എഫിഷ്യൻസി, പിന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിരിക്കണം. ചെങ്ങന്നൂരാണ് വീട്, വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുമോ? ഞങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യ ഫുള്ളുണ്ട്. ഇൻസ്റ്റാളേഷനും സർവീസും എല്ലാം ഉണ്ട്. ഇൻസ്റ്റലേഷൻ മാത്രം പോരല്ലോ, വന്ന് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റലേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഫ്യൂച്ചർ സർവീസും കൂടെ നോക്കട്ടെ. ഓൾമോസ്റ്റ് നമുക്ക് എല്ലായിടത്തും അങ്ങനെ സർവീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ 30,000-നകത്ത് ഉണ്ട്. നല്ലൊരു ജിമ്മിനി ഹോബ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. വാറണ്ടി കൂടുതലുള്ളത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ചേട്ടൻ ഇപ്പൊ വേണമെങ്കിൽ ഈ പറഞ്ഞിട്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോ ഞാൻ ഇനി അത് പറഞ്ഞെന്ന് വേണ്ട, ഇനി ഫേബർ തന്നെ എടുത്തോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മേരി PJ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. കമ്പനിയിൽ പോലും നാഗോൾഡിന്റെ സ്പെയർ കിട്ടില്ല, 2 അടുപ്പുകളുണ്ടെന്ന് അവർക്ക്. നാഗോൾഡ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഹാഫ്ലേ എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും മനസ്സിലാവും. ഹാഫ്ലേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവര് കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടാണ് നാഗോൾഡ് എന്ന് പറയുന്ന മോഡൽ. നാഗോൾഡ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ആ സീരീസിൽ വരുന്ന അടുപ്പിന്റെ കാര്യമാണ് ചേച്ചി പറയുന്നത്. നാഗോൾഡിൽ ഒത്തിരി സീരീസുകളുണ്ട്.
പക്ഷെ അതിന്റെ ബർണർ കമ്പനിയിൽ പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കമ്പനിയിൽ പോലും നാഗോൾഡിന്റെ സ്പെയർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കമ്പനിയിലുണ്ട്, നാഗോൾഡിന്റെ സ്പെയർ കമ്പനിയിലുണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ്, നല്ല വിലയാണ്. ബർണറിനൊക്കെ 6000, 7000, 9000 രൂപയൊക്കെ വിലയുണ്ട്. പക്ഷെ ഇത് ബ്രാസ് ബർണറാണ്. എത്രയൊക്കെ വില കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 2 വർഷം അത് ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ഈ 7000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടാലും 2 വർഷം തന്നെ ലൈഫ് കിട്ടുള്ളൂ. അപ്പം മറക്കണ്ട, ഞാൻ പറഞ്ഞോണ്ട് നല്ലൊരു വാറണ്ടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എവിടെയെങ്കിലും പോയി ഒരു എക്സ്റ്റൻഷൻ വാറണ്ടി എടുത്തു, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പൊ വാറണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, അപ്പൊ മാറി കിട്ടുമല്ലോ, പ്രശ്നമില്ലല്ലോ. ഇതെല്ലാം ഹോബുകളെല്ലാം തന്നെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഈ കാശ് കട്ടും പൊട്ടിച്ച് ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ. അങ്ങനെ കിട്ടുന്ന ആൾക്ക് വില കാണത്തില്ല, എങ്ങനെയൊക്കെ ചെലവാക്കിയാൽ മതി. ഇത് നമ്മൾ കുറച്ച് എന്താ പറയുന്നത് പിടിച്ച് ചെലവാക്കുന്നവർക്ക് ഈ പറഞ്ഞോട്ട് ഒരു സേഫ് ആക്കി നിർത്തണമെങ്കിൽ എന്തെങ്കിലും വാറണ്ടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിനിമം 5 years ഉണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ട് പോകുന്ന ബർണർ 2 തവണ മാറി കിട്ടുമല്ലോ. ഒരു ബർണറിന് 6000, 7000 രൂപ വിലയുമ്പോൾ നമ്മളൊരു 10,000 രൂപ കൊടുത്തൊരു വാറണ്ടി 5 വർഷത്തേക്കിന് അല്ലെങ്കിൽ 10 വർഷത്തേക്കിന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലാഭം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ലാഭം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ സാധാ സ്റ്റൗവിലേക്കൊക്കെ പോകണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് അല്ല അത് പറയുന്നില്ല, ഞാൻ അത് പറഞ്ഞിട്ട് അത് കുളമാക്കണ്ട. സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ ഫുഡ് ആൻഡ് ഹോബ് പറഞ്ഞു തരുന്നത്. അങ്ങനെ സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ ഫുഡ് ആൻഡ് ഹോബ് എന്നൊന്നും പറഞ്ഞൊരു ഹോബ് നിലവിൽ ഇറങ്ങിയിട്ടില്ല. ഏത് ഹോബ് വേണേലും സാധാരണ രീതിയിൽ ഉപയോഗിക്കാം, ഏത് ഫുഡ് വേണേലും സാധാരണ രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബട്ടൺ ടൈപ്പൊക്കെ പണ്ടത്തെ മോഡലും മതി എന്നുണ്ടെങ്കിൽ ബട്ടൺ ടൈപ്പിലേക്ക് പോവാം. കംപ്ലൈന്റ് താരതമ്യേന കുറവുണ്ട്. പക്ഷെ വാറണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബട്ടണോ ടച്ചോ സെൻസറോ ഏതിലേക്ക് വേണമെങ്കിലും പോകും, ഒന്നും പേടിക്കാനൊന്നുമില്ല. മുരുകരാജ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വരുന്നൊരു ചേട്ടനാണ്. ഒരു തമ്പ് തന്നിട്ടുണ്ട്. പിന്നെ താങ്ക്സ് ഫോർ ഇൻഫർമേഷൻ. അത് എന്തിനാന്ന് നോക്കട്ടെ, കണ്ണും പൂട്ടി ഒരു ഹോബിനെ പറ്റി കൊടുത്തിരിക്കുന്നതിനാ. അപ്പൊ താങ്ക്സ് കേട്ടോ. പിന്നെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചേട്ടന്മാർ അയച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വിടുവാണ്. സാർ ഹീറ്റ് എഫിഷ്യൻസി ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി ഫുൾ ബ്രാസ് ബർണർ ഇന്നലെ കൂടുതൽ കമ്പയർഡ് ടു എന്തുവാടേ ഒന്നും മനസ്സിലാവില്ല. ഒന്നുകൂടെ വായിക്കാം. ഹീറ്റ് എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ ഫുൾ ബ്രാസ് ബർണർ ഇന്നലെ കൂടുതൽ കമ്പയർഡ് ടു അലോയ് ബർണർ. എനിക്ക് മനസ്സിലായത് എന്നാന്ന് പറഞ്ഞാൽ അലോയ് ബർണർ ആണോ ഫുൾ ബ്രാസ് ബർണർ ആണോ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കിനും കൂടുതൽ എഫിഷ്യൻസിയും അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലും ഹീറ്റ് എഫിഷ്യൻസി കൂടുതലും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് 2 ഉത്തരവുണ്ട്. അതായത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് കർവ്ഡ് ആയിട്ടുള്ള അലോയ് ബർണർ ആണെങ്കിൽ അതിൽ ഹീറ്റ് എഫിഷ്യൻസി ഓൾറെഡി ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കുക, ഭാഗ്യത്തിന് അതിവിടെ ഉണ്ടായത്. ഇത് കണ്ടോ, ഈ സ്റ്റൗവില് ഇത് കണ്ടോ, ഇതിൽ കാണുന്ന ഈ സാധനമാണ് പറയുന്നത്. പിന്നെ ഫുൾ ബ്രാസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കാണുന്ന സ്റ്റൗ ആണ് ഫുൾ ബ്രാസ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് ആയിട്ടുള്ള സ്റ്റൗവിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല ഫ്ലെയിം തന്നെ വരും, ഹീറ്റിംഗ് എഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഫുൾ ബ്രാസിൽ ഹീറ്റിംഗ് എഫിഷ്യൻസി കൂടുതലാണെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ദിലീപ് ഒരു പടത്തിനകത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വിമൽ കുമാർ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി ഓരോന്ന് ഇറക്കുമ്പോൾ അവർ പറയും എന്റെ സാധനം നല്ലതാന്ന്. അതിനകത്ത് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അലോയ് ബർണറിന് കംപ്ലൈന്റ് കുറവാണ്, ഫുൾ ബ്രാസ് ബർണറിന് ആയാലും സെമി ബ്രാസ് ആയാലും കംപ്ലൈന്റ് കൂടുതലാണ്. അത് സ്വർണം പോലെയാണ്, അതിനകത്ത് കിടക്കുമ്പോൾ ഇതിങ്ങനെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിപ്പോ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഹീറ്റ് എഫിഷ്യൻസി ഭയങ്കര കൂടുതലൊന്നുമില്ല. അത് ഹീറ്റ് എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയണമെങ്കിൽ അത് തെളിയിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ ഈ സെമി ബ്രാസ് ആയാലും ഫുൾ ബ്രാസ് ആയാലും രണ്ടും ഒരുമിച്ച് കത്തിച്ച് വെക്കുക, ഒരു 5 മിനിറ്റ് കത്തിച്ചിട്ട് ഒരുമിച്ച് ഓഫ് ചെയ്യുക. ഏതാണ് ആദ്യം ഹീറ്റ് കുറയുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഹീറ്റ് എഫിഷ്യൻസി കുറഞ്ഞത്. ഹീറ്റ് എഫിഷ്യൻസി കുറഞ്ഞത് ഏറ്റവും ആദ്യം തണുക്കുന്നത് ഹീറ്റ് എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷെ എന്റെ ഒരു ഇതിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഒരു സെക്കൻഡ് 10 സെക്കൻഡിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനൊന്നും പോണില്ലല്ലോ. എക്സ്ചേഞ്ച് പിടിക്കുമോ? എക്സ്ചേഞ്ച് എങ്ങനെ പിടിക്കണം എക്സ്ചേഞ്ച് ഒന്നും പിടിക്കത്തില്ല. എക്സ്ചേഞ്ച് ഉണ്ട്. ആക്ച്വലി നമ്മൾ എക്സ്ചേഞ്ചിനെക്കാട്ടിലും നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ തകരപ്പാട്ടം പിറക്കിക്കൊണ്ട് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ വിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. പിന്നെ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ഇനി പിടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് പിടിക്കാം, കുഴപ്പമൊന്നുമില്ല.
ആ 1999 മുതൽ ഓട്ടോഗ്നിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും വർക്കിംഗ് ആണ്. ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും ലൈഫ് എന്ന്. അത് സത്യമായിട്ടോ, ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നാലും നമ്മൾ എത്ര നന്നായിട്ട് നോക്കിയാലും പോകുന്ന ബ്രാൻഡുകളും ഉണ്ട്, അതും പറയാൻ മടിക്കല്ലേ. അത് പറഞ്ഞിരിക്കുന്നത് ഒരു 2023 ഗ്രീൻ മേറ്റ് എന്നും പറഞ്ഞൊരു ചേട്ടന. ഏത് ചേട്ടനാന്ന് അറിയത്തില്ല, ഈ സ്വന്തം പേരില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഇടുന്നത്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ബ്രഷ് കളർ മാറുമോ, ലൈക്ക് പ്യൂർ ഫ്ലെയിമോ? ബ്രഷ് കളർ അല്ല, ബ്രഷ് കളർ ആണോ അതോ ബ്രാസ് കളർ മാറുമോ എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു KVS എന്നും പറഞ്ഞിട്ടാണ് അവരുടെ ഐഡി വന്നിരിക്കുന്നത്. ബ്രാസ് കളർ മാറുമോ എന്നായിരിക്കും. ബ്രാസ് കളർ എന്തായാലും മാറൂല, കാരണം ഇത് തീക്കകത്ത് കിടക്കുന്ന സാധനമല്ലേ. തീക്കകത്ത് കിടക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഫെയ്ഡ് ആവും. ചെറിയ ഫെയ്ഡ്നെസ് എന്തായാലും വരും, വരാതൊന്നും ഇരിക്കത്തില്ല. അതിപ്പോ ഫുൾ ബ്രാസ് എടുത്താലും ഉറപ്പായിട്ടും അത് വരും, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. പ്യൂർ ഫ്ലെയിംസിന്റെ 33,000 രൂപ പ്രൈസ് വരുന്ന ബ്രാസിന്റെ ഹോബ് വാങ്ങിയിരുന്നു. ബട്ട് അതിന്റെ ക്വാളിറ്റി കുറവാണ്. ബ്രാസ് ഒക്കെ കറുത്ത് സ്റ്റീലിന്റെ കളറായിരുന്നു. ബ്രാസ് കളർ, അതായത് 33,000 രൂപയുടെ പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു സ്റ്റൗ അവര് വാങ്ങിയിരുന്നു. അത് KVSS തന്നെയാണ് കേട്ടോ, വാങ്ങിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചേട്ടനോട്. അതിന്റെ തൊട്ട് താഴെ വന്ന കമന്റ് ആണ്, ആ ചേട്ടൻ തന്നെയാണ് കമന്റ് വിട്ടിരിക്കുന്നത്. ബ്രാസ് കളർ മാറുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതെല്ലാം സ്റ്റീലിന്റെ കളറായിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചേട്ടാ, അത് തീക്കകത്ത് കിടക്കുന്ന സാധനമല്ലേ. ഇതൊന്നും നമ്മൾ ഈ ഇപ്പൊ കാണുന്ന ഷോ ഒന്നും ഒരിക്കലും 10 മാസം കത്തിച്ച് കഴിയുമ്പോൾ കാണത്തൊന്നുമില്ല. തീക്കകത്ത് ഇപ്പൊ നമ്മൾ കിടന്നാൽ നമ്മൾ അതുപോലെ തന്നെ കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ളൂ. എല്ലാം തീ എന്ന് പറയുന്ന ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അതിനെന്നാ പറയുന്നത്, ഒരു സംഭവമല്ലേ. അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാത്തിന്റെയും മാറും. അങ്ങനെ മാറാത്ത ഒരു സ്റ്റൗ ഇല്ല. ലക്ഷക്കണക്കിന് രൂപ വരുന്ന സ്റ്റൗകൾ വരെ അങ്ങനെ വരും. പിന്നെയാണോ ഇത്? ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ സ്റ്റൗ ഏതാണ്? ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ബ്രാൻഡ് നിങ്ങൾ നോക്കണ്ട. എനിക്ക് തോന്നുന്ന 8,000-നും 10,000-നും ഇടയ്ക്ക് വരുന്ന എല്ലാ സ്റ്റൗവും ഡെയിലി യൂസ് ചെയ്യാവുന്ന നല്ല സ്റ്റൗകളാണ്. അതായത് കുക്ക് ടോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോബ് ആണെങ്കിൽ ഒരു 15,000-നും 20,000-നും ഇടയ്ക്ക് വരുന്ന ഹോബുകളൊക്കെ ഓൾമോസ്റ്റ് നല്ലതായിരിക്കും. നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഹോബിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സ്റ്റൗവിന് പക്ഷെ അത്രയും ശ്രദ്ധിക്കണ്ട. 4 ബർണർ ഹോബ് അവൈലബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആ പ്രീമിയം സ്റ്റൗവിന്റെ അതായത് ബോഷിന്റെ ഒരു വീഡിയോ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പുള്ളി ചോദിക്കുന്നത്. അതിൽ 4 ബർണർ കിട്ടില്ല, 5 ബർണർ മാത്രമേ കിട്ടുള്ളൂ. 4 ബർണർ ഇല്ല. ഒന്നാമത് അത് നിർത്തിയ മോഡലാണ്, കിട്ടാൻ പാടുള്ള മോഡലാണ്. നമ്മൾ ഭയങ്കര ടൈം എടുത്ത് വരുത്തുന്നതാണ്. അതുകൊണ്ട് അതിന് 4 ബർണർ കിട്ടത്തില്ല, 5 ബർണർ കിട്ടും. ചേട്ടാ പ്യൂർ ഫ്ലെയിംസ് മാർക്ക് നല്ലതാണ്. മാർക്ക് നല്ല ചിമ്മിനിയാണ്. താരതമ്യേന ചെറിയ ഒരു ബ്ലോവർ ആണ് വരുന്നത്. എന്നാൽ അത്ര ചെറുതൊന്നല്ല, ഒരു മിഡ് റേഞ്ച് ബ്ലോവർ ആണ് വരുന്നത്. മെറ്റൽ ബ്ലോവർ ആണ് വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മോട്ടറും വരുന്നുണ്ട്. വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷം വാറണ്ടിയേ ഉള്ളൂ. പക്ഷെ നല്ലതാണ്. താരതമ്യേന അങ്ങനെ നോക്കിയാൽ പ്യൂർ ഫ്ലെയിംസിന്റെ മാർക്ക് 1960 ഒക്കെ നല്ലതാണ്. അതേ സെയിം തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതേ സെയിം ഒരമ്മ മക്കളാട്ടെ. കുഷീനയുടെ ഒരു മോഡലുണ്ട്, കുഷീനയുടെ കുസോട്ടയാണ്, അല്ല സ്കോട്ട്. കുഷീനയുടെ സ്കോട്ട് എന്ന് പറയുന്ന മോഡലും പ്യൂർ ഫ്ലെയിംസിന്റെ മാർക്ക് എന്ന് പറയുന്ന മോഡലും സെയിം സാധനമാണ്. ഒരേ സാധനം. ആ സ്റ്റിക്കർ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് മാറ്റി അപ്പുറം ഇപ്പുറം തിരിച്ചൊടിച്ചിരിക്കുന്നേ ഉള്ളൂ. ഒരേ സാധനമാണ്. ഇത് രണ്ടും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റത്തില്ല, അതിലും താഴെ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടുപ്പാണ്. ചിമ്മിനിയാണ്. വലിയ കുഴപ്പമൊന്നും ഒരെണ്ണമാണ്. മാർക്ക് എന്ന് പറയുന്ന മോഡലും സ്കോട്ട് എന്ന് പറയുന്ന മോഡലും, അതായത് കുഷിനായില് സ്കോട്ട്, പ്യൂർ ഫ്ലെയിംസിൽ മാർക്ക്. അത് ചോദിച്ചത് ആരായിരുന്നു? പ്യൂർ ഫ്ലെയിംസിന്റെ ചോദിച്ചത് ആരായിരുന്നു ചേട്ടാ? മാർക്ക് 4 അത് ബുഷ്ര എന്ന് പറയുന്നത്. ഈ ബുഷ്ര എന്ന് പറയുന്ന ചേച്ചി കുറെ നാളായിട്ട് മെസ്സേജ്, ചേച്ചിയാണോ ചേട്ടനാണോ എന്തായാലും കുറെ നാളായിട്ട് അവര് ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചേച്ചി ഒത്തിരി നാളായില്ലേ ചോദിച്ചത്, ഇതുവരെ ഒരു കാര്യം ഡിസൈഡ് ആവാറായില്ലേ? റാക്കിന്റെ മുകളിൽ വെക്കാനായിട്ട് കുഴപ്പമുണ്ടോ? റാക്കിന്റെ മുകളിൽ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമല്ല, കുഴപ്പം. ഇത് മലബാർ ഏരിയ എന്നാ വന്നിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. കളിയാക്കിയതല്ല, ആ ഒരു ലാംഗ്വേജ് അവിടെ നിന്ന് വരുന്നത്. നല്ല രസമാണ് നേരിട്ട് കേൾക്കുമ്പോൾ. നമ്മൾ വായിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതാകുന്നത്, പക്ഷെ കേൾക്കാൻ ഭയങ്കര രസമാണ്.
അത് ഡിഷ് വാഷിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റാക്കിന്റെ മേളിൽ, അതായത് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ ഇതില്ല, നമ്മുടെ കൗണ്ടറിന്റെ മേളിൽ വെക്കുന്ന ഡിഷ് വാഷ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗണ്ടറിന്റെ മേളിൽ വെക്കുന്ന ഡിഷ് വാഷർ ഉണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നു 8 പ്ലേറ്റ് സെറ്റിംഗ് വരെ ഉള്ളെന്ന് തോന്നുന്നു. വലിയ വിലയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ഒരു 20,000 രൂപയ്ക്ക് അകത്തൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ അങ്ങനെ അധികം വിറ്റിട്ടില്ല, നമ്മൾ കൂടുതലും മറ്റേതാണ് വിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ എൻക്വയറി വരാറുണ്ട് റാക്കിന്റെ മേളിലുള്ളത് വെക്കാനായിട്ട്. ഈയിടെ ഗോവയിൽ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ ചേട്ടന് അവിടെ തന്നെ ഒരു വോൾട്ടാസിന്റെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇവിടെ നിന്ന് അയച്ചില്ല, കാരണം ഗോവയിൽ നമ്മൾ ഇതുവരെ സാധനം അയച്ചിട്ടില്ല. തമിഴ്നാട്, കർണാടക, ആന്ധ്രയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗോവ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു എങ്ങനെയാവും അറിയത്തില്ലാത്ത കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ നിന്ന് തന്നെ ആ ചേട്ടൻ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. പിന്നെന്താ, ആ ചേട്ടൻ തന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റീഹരി ആൻഡ് വൈൽഡ് 15 അങ്ങനെ കണ്ടോ അതിന്റെ പേര്, എനിക്കറിയാം, വായിക്കാൻ പറ്റില്ല, ചിലതൊന്നും വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. കോഴിക്കോട് സർവീസ് ഉണ്ടെന്ന്, അത് നമ്മുടെ ബുഷ എന്ന് പറയുന്ന ആളാണല്ലോ ചോദിച്ചിരിക്കുന്നത്. പ്യൂർ ഫ്ലെയിംസും മാർക്സിന് കോഴിക്കോട്. പ്യൂർ ഫ്ലെയിംസും മാർക്സ് ഒന്നല്ല, നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിനും കോഴിക്കോട് നല്ല, നിങ്ങൾ എവിടെ പോയാലും സർവീസ് ഉണ്ട്. പക്ഷെ ഈ എവിടെ പോയാലും എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ പോയാലൊന്നും അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇത്രയും സ്ഥലത്ത് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും സർവീസ് തരും. പിന്നെ പ്യൂർ ഫ്ലെയിംസിന് സർവീസ് ഉണ്ടോ എന്ന് വെച്ചാൽ അത് പ്യൂർ ഫ്ലെയിംസിനോട് ചോദിക്കണം, ഒരു എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് ആ പ്യൂർ ഫ്ലെയിംസ് എടുക്കുന്നെങ്കിൽ ഞങ്ങൾ സർവീസ് തരും. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റാൽ മതിയല്ലോ, പുറത്തെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സത്യസന്ധമായ സംസാരമായിട്ട് എനിക്ക് തോന്നി. എന്റെ കുക്കിംഗ് റേഞ്ച് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഉപയോഗിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ടെക്നീഷ്യൻ പറഞ്ഞു അതിന്റെ പാർട്സ് ഇനി കിട്ടില്ല, പുതിയത് ഒരെണ്ണം വാങ്ങുന്നതാവും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പുതിയത് വാങ്ങാനായി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഐ എം ഇംപ്രസ്ഡ്. ചേട്ടന് ഫോൺ നമ്പർ ഒന്ന് തരാമോ, അല്ലെങ്കിൽ എവിടെയാണ് ചേട്ടൻ്റെ ഷോപ്പ് എന്ന് പറയാമോ പ്ലീസ്? എനിക്ക് അത് കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി വായിക്കാനുണ്ട്. സംഭവം ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, കോട്ടയത്തിനടുത്താണ്. പക്ഷെ നമുക്ക് എല്ലായിടത്തും സർവീസും ഉണ്ട്. കുക്കിംഗ് റേഞ്ച് അത്യാവശ്യം നമുക്കിവിടെ 10 years വരെ വാറണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുക്കിംഗ് റേഞ്ച് എടുത്താൽ നമ്മുടെ ഇവിടെ നിന്ന് പേടിക്കണ്ട. പിന്നെ ചേട്ടന്റെ കുക്കിംഗ് റേഞ്ചിന് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ സ്പെയർ ഏതാന്ന് തന്നെ കാണിക്കുവാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ ഓൾറെഡി ഞാൻ ഇതിനകത്ത് സിങ്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. വിളിച്ചാൽ ചിലപ്പോൾ എടുത്തൊന്നും വരത്തില്ല, മെസ്സേജ് ഇട്ടാൽ നോക്കിക്കോളൂ. സാധാ മെസ്സേജ് അല്ല, വാട്സാപ്പിൽ. ചെരിഞ്ഞ് നിൽക്കുന്ന ജിമ്മിന് റിവ്യൂ ചെയ്യാമോ? ഓൾറെഡി ചെരിഞ്ഞ് നിൽക്കുന്ന ജിമ്മിന് നമ്മൾ ചെയ്തിട്ടില്ല ചേട്ടാ. സ്ലാൻഡിങ് ചെയ്തിട്ടില്ലേ? സ്ലാൻഡിങ് ജിമ്മിന് ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ. നൗഫൽ ബാബു എന്ന് പറയുന്ന ആളാ. നൗഫൽ ബാബു ചേട്ടാ സ്ലാൻഡിങ് ജിമ്മിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാം. പുതിയ മോഡൽ വരുമ്പോൾ ഇപ്പൊ ചുമ്മാ വാരി വലിച്ച് ചെയ്യണ്ടല്ലോ. നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് വാരി വലിച്ച് ചെയ്യാത്തത്. ചെയ്യാം, അങ്ങനെയുള്ളത് ചെയ്യാം. ഇപ്പൊ തന്നെ 32 മിനിറ്റ് ആയി. കുറെ മെസ്സേജ് കിടപ്പുണ്ട്, എല്ലാം ഒന്നും വായിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപയോഗം എന്താന്ന് പറഞ്ഞാൽ അതിനകത്തും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുന്നത് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇതുപോലെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെരിഞ്ഞ് നിൽക്കുന്ന ജിമ്മിന് നല്ലതാണോന്നല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു, അതിന്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫേവർ മാത്രം, ഇവനെയാണ് ഞാൻ തപ്പിക്കൊണ്ട് നടന്നത്. ഫേവർ